റമദാൻ മാസത്തിലെ നോമ്പ് എടുക്കുന്ന മൈഗ്രൻ രോഗികൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്നാമതായിട്ട്, ഈ നോമ്പ് കാലത്ത് നമ്മൾ കഴിക്കുന്നതായിട്ടുള്ള ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എല്ലാം കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സാധാരണയായിട്ട് അത്താഴത്തിന് ഒരുപാട് ഭക്ഷണം കഴിക്കുകയും അതിനുശേഷം നോമ്പ് നോൽക്കുകയും നോമ്പ് മുറിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള കാര്യങ്ങളും ഹോട്ടൽ ഭക്ഷണവും എല്ലാം കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും നന്നാവുക. ഒരുപക്ഷെ ട്രിഗേഴ്സ് ആയിട്ടുള്ള മിൽക്ക് പ്രോഡക്ട്സും അതുപോലെ തന്നെ മയണൈസ് പോലത്തെ കാര്യങ്ങളും തണുത്ത പാനീയങ്ങളും എല്ലാം ഒഴിവാക്കുന്നത് ഒരുപക്ഷെ മൈഗ്രൈൻ ട്രിഗറുകൾ ഒഴിവാക്കാനായിട്ട് നിങ്ങളെ സഹായിച്ചേക്കും. നോമ്പിന്റെ സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൽ നിന്നും ജലം നഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നിർജ്ജലീകരണം ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നുണ്ടെന്ന് മറക്കാതിരിക്കുക. ഈ സമയത്ത് നോമ്പ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നോമ്പ് മുറിച്ചതിന് ശേഷം നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട്, അത് ലഘു പാനീയങ്ങളാവാം. ഈ പാനീയങ്ങൾ കുടിക്കുമ്പോൾ തന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സും ഹൈ സ്വീറ്റൻഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സും എല്ലാം ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട്, മരുന്ന് കഴിക്കുന്നതായിട്ടുള്ള രോഗികൾ, പ്രത്യേകിച്ചും മൈഗ്രൈനിന് മാത്രമല്ല മറ്റു അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന രോഗികൾ പലപ്പോഴും നോമ്പ് കാലത്ത് അത് ഉഴപ്പുന്നതായിട്ട്, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ നോമ്പ് കാലത്ത് വ്രതത്തിലിരിക്കുകയല്ലേ, അപ്പോൾ മരുന്നുകളെല്ലാം മാറ്റിവെക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും കൃത്യമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോസുകൾ ഒന്നുകിൽ അനലൈസ് ചെയ്യുകയും അതല്ലെങ്കിൽ അതിന്റെ അനുപാതത്തിൽ കൃത്യമായിട്ട് കഴിക്കേണ്ടതുമായിട്ടുള്ള ആവശ്യമുണ്ട്. നോമ്പെടുക്കുക എന്നുള്ളത് ഒരു മൈഗ്രെയിൻ രോഗിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും വലിയൊരു ചാലഞ്ച് തന്നെയാണ്. പലപ്പോഴും ഈ കഴിഞ്ഞ ആഴ്ചയെല്ലാം കടം വീട്ടാനുള്ള നോമ്പുകൾ എടുത്ത ആളുകളെല്ലാം ഒരുപാട് അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുകയുണ്ടായി. പക്ഷെ നോമ്പ് എന്ന് പറയുന്നത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനെയും ശുദ്ധീകരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. ശരീരത്തിനും മനസ്സിനും ഒരു പുതുക്കം ആർജിക്കുവാനായിട്ട് നമ്മുടെ ഈ റമദാൻ കാലം ഇടയാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഈ നോമ്പ് കാലത്ത് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്.